എപ്പിസോഡ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത് സാവോൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി ഹീജുവിനെ കുറിച്ച് ഡ്രസ്സൊക്കെ എടുക്കാനായി വീട്ടിലേക്ക് വന്നിരുന്നല്ലോ. അവൻ അവളുടെ ഡ്രോയറിൽ നിന്ന് അതൊക്കെ എടുത്ത് വെക്കുന്ന ആ സമയത്താണ് അതിനുള്ളിലിരിക്കുന്ന ഒരു പഴയ ഫോട്ടോ കാണാനിടയായത്. ഹീജുവും ചേച്ചിയും ഒക്കെ കൂടി ആ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോയ ദിവസം അതിന് മുന്നിൽ നിന്നെടുത്ത ഒരു പഴയ ചിത്രമായിരുന്നു അത്. അവർ നിൽക്കുന്നതിന്റെ പുറകിലായി ആ ടവറും കാണാം. അതുകൊണ്ടാണ് ആ ടവറിലേക്ക് അവൻ അവളെ വിളിപ്പിച്ചത്. പിന്നെ കാണിക്കുന്നത് ടവറിൽ വെച്ച് അവർ രണ്ടുപേരും പരസ്പരം കാണുന്നതാണ്. താനാണ് കിഡ്നാപ്പർ എന്ന രീതിയിൽ ഇത്രയും കാലം വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന് അവന് നേരത്തെ തന്നെ അറിയാമായിരുന്നുവെന്ന് അറിഞ്ഞ ഹീജു വല്ലാതെ ഷോക്കാവുന്നു. ഇതിന്റെ പേരിൽ അവൻ തന്നെ വെറുക്കുമെന്നാണ് അവൾ കരുതിയത്. പക്ഷെ എന്തിന്റെ പേരിലാണ് ഞാൻ നിന്നെ വെറുക്കേണ്ടത്? അതിനൊരു കാരണമെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞ് സാവോൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർക്കിടയിലുണ്ടായിരുന്ന ഒരു വലിയ മഞ്ഞുമല അന്ന് ഒരുങ്ങുന്നു. അവിടുന്ന് അവർ തിരികെ നേരെ വീട്ടിലേക്കാണ് പോയത്. ഹീജു ഡിസ്ചാർജ് ആയിരിക്കുകയാണ്. വീട്ടിലെത്തിയ ശേഷം സാവോൻ തന്നെ ഫുഡൊക്കെ റെഡിയാക്കി അവൾക്ക് നൽകുന്നു. അത് കഴിക്കാനായിരിക്കുന്ന ആ സമയത്ത് ഇനി മുതൽ എന്നും നമുക്കിങ്ങനെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതൊരു വീടാണെന്നുള്ള തോന്നൽ നിനക്കുണ്ടാവും. ജയിലാണെന്ന് ഫീൽ ചെയ്യുകയില്ല എന്ന് അവൻ പറയുന്നു. അതിന് എപ്പോഴാണ് എനിക്കിത് ജയിലായിട്ട് തോന്നിയത്? നീ അല്ലേ ഇത് ജയിലാണെന്ന് പറഞ്ഞത്? നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു കുറ്റബോധമുള്ളതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. അല്ലെങ്കിലും നമ്മളിവിടെ താമസിച്ച 3 വർഷം ഇതിനൊരു വീടെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തൊരു കോൾഡ് വൈബായിരുന്നു ഇതിനുള്ളിൽ. നമ്മൾ പരസ്പരം സംസാരിക്കാറില്ല, മുഖത്തേക്ക് നോക്കാറില്ല, ഒരുമിച്ച് ഫുഡ് കഴിക്കാറില്ല, ഒരുമിച്ച് ഉറങ്ങാറില്ല എന്നൊക്കെ അവൾ പറയുന്നു. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഒരുമിച്ച് ഉറങ്ങാറില്ല എന്ന് പറയേണ്ടിയിരുന്നില്ല എന്ന് അവൾക്ക് തോന്നുന്നത്. അവൾ ചെറുതായിട്ടൊന്ന് ചമ്മുന്നുണ്ട്. നിനക്കങ്ങനെ ഒറ്റയ്ക്ക് കിടക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ നേരത്തെ അത് പറഞ്ഞാൽ പോരായിരുന്നു. എന്നെ സംബന്ധിച്ച് നീ പറഞ്ഞതുപോലെയൊന്നും വല്ല കാര്യങ്ങൾ. ഞാൻ താഴെ പാർക്കിംഗ് ഏരിയയിൽ എത്തുമ്പോൾ തന്നെ ഈ റൂമിൽ വെട്ടമുള്ളത് കാണുമ്പോൾ നീ ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ആശ്വാസം ഫീൽ ചെയ്യും. ഞാൻ വരുമ്പോഴേക്കും മിക്കവാറും നീ ഹാളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കുമല്ലോ. നിന്റെ അടുത്ത് വന്നിരുന്ന് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചുറ്റുമുള്ള ഈ ബഹളം നിറഞ്ഞ അന്തരീക്ഷമെല്ലാം വളരെ ശാന്തമായതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മുമ്പ് ഒരു തവണ എന്നോട് ഫീലിങ്സ് ഒന്നും വേണ്ട എന്ന് നിനക്ക് ഞാൻ ഓർഡർ നൽകിയിരുന്നല്ലോ. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് നിനക്കറിയാമോ? നമുക്കിടയിൽ അങ്ങനെ ഒരു ലൈൻ വരച്ചില്ലെങ്കിൽ ഞാൻ അറിയാതെ നിനക്കെൻ്റെ ഹൃദയം തന്നു പോകുമോ എന്ന് എനിക്ക് പേടിയായിരുന്നു. പക്ഷേ ഞാൻ എത്രയൊക്കെ കെയർ ചെയ്തിട്ടും ഞാൻ പോലും അറിയുന്നതിന് മുമ്പ് തന്നെ നീ എൻ്റെ ഹൃദയം കീഴടക്കി എന്നൊക്കെ അവൻ പറയുന്നു. അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോഴാണ് മുമ്പ് ഒരു തവണ നീ എൻ്റെ പ്ലാനിലുള്ളതല്ല എന്ന് അവൻ പറഞ്ഞതിനെ പറ്റി അവൾക്ക് ഓർമ്മ വരുന്നത്. എന്തുകൊണ്ടാണ് അന്ന് അവൻ അങ്ങനെ പറഞ്ഞതെന്ന് അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ സമയമാകുമ്പോൾ പറഞ്ഞോളാമെന്നാണ് അവൻ പറഞ്ഞത്. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കുള്ള കിഡ്നാപ്പർ അവൻ്റെ ഫോൺ തിരികെ നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അയച്ച മെസ്സേജ് അവൾ അവന് കാണിച്ചു കൊടുക്കുന്നു. ഇനിയിപ്പോൾ ഇതൊന്നും മൊത്തം പേടിക്കേണ്ട, അധികം വൈകാതെ അവനെ പിടികൂടാൻ സാധിക്കും. ഞാൻ അവനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവൻ സമാധാനിപ്പിക്കുന്നു. മാത്രമല്ല ഈ ഫോണിനെ പറ്റി നമുക്ക് 2 പേർക്ക് മാത്രമേ അറിയുള്ളൂ. ഇത് പോലീസിന് കൈമാറുന്നില്ല. ഇങ്ങനെ ഒരു സാധനം ഉള്ള കാര്യം പോലും അവർ അറിയണ്ടെന്നും അവൻ പറയുന്നുണ്ട്. എന്നെക്കുറിച്ച് പുറം ലോകം അറിയുമെന്ന് പേടിച്ചാണോ നീ ഇത് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പോലീസിനോടെല്ലാം വെളിപ്പെടുത്താൻ അവൾ പറയുന്നുണ്ടെങ്കിലും അവൻ അത് സമ്മതിക്കുന്നില്ല. തൽക്കാലം നിന്റെ ഐഡന്റിറ്റി രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. അത് മാത്രമല്ല നിനക്ക് സംസാരിക്കാൻ പറ്റുമെന്നുള്ള കാര്യവും തൽക്കാലം രഹസ്യമാക്കി തന്നെ വെച്ചാൽ മതി. കിഡ്നാപ്പറുടെ സഹായി എൻ്റെ തൊട്ടടുത്തുള്ള ആരോ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് ആരാണെന്ന് അറിയുന്നത് വരെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം എന്നവൻ പറഞ്ഞപ്പോൾ അവൾ സമ്മതിക്കുന്നു. ആ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഈ കോളുകൾ നിർത്തുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഈ ഫോൺ ചെയ്യുമ്പോൾ മാത്രമാണല്ലോ ഹീജുവിൻ്റെ ഇങ്ങനെ ഒരു മുഖം എനിക്ക് അറിയാൻ സാധിക്കുന്നത് എന്നൊക്കെ അവൻ ചെറിയ വിഷമത്തോടെ പറയുന്നു. അതിനുശേഷം നിന്റെ നൈറ്റ് ഡ്രസ്സ് എവിടെ? ഞാനതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അവൻ അവളുടെ മുറിയിലേക്ക് പോകാനായി എഴുന്നേൽക്കുന്നുണ്ടെങ്കിലും ഹീജു വേഗം ഓടിച്ചെന്ന് പുറയിലൂടെ അവനെ പിടിച്ചു നിർത്തുന്നു. സാവോൻ ഒന്നുകൂടി അവളുടെ കൈ നന്നായി ചേർത്ത് പിടിച്ചിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഹീജുവും അവൻ്റെ തോളിലേക്ക് തല ചായ്ച്ച് നിൽക്കുന്നു. ശരിക്കും എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ഇത്ര പെട്ടെന്ന് എന്നെ ഉൾക്കൊള്ളുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ല. നീ എന്നോട് ക്ഷമിക്കുമെന്നും ഞാൻ കരുതിയിരുന്നതല്ല എന്നൊക്കെ അവൾ പറയുന്നു. അതിന് മറുപടി എന്നോണം അവൻ തിരിച്ചെന്ന് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് അവൻ ചിന്തിച്ചത് എന്നെക്കുറിച്ചെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ നീയും എന്നെ അംഗീകരിക്കാൻ തയ്യാറാവുമോ എന്നാണ്. ശരിക്കുള്ള കിഡ്നാപ്പർക്ക് അവൻ്റെ മാസ്റ്റർ ഈ സമയം ഫോൺ തിരികെ കിട്ടിയോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. ഫോൺ എടുക്കാനായി അവൻ ഹോസ്പിറ്റലിൽ എത്തിയതായിരുന്നു. പക്ഷേ അവിടെ നല്ല ഹൈ സെക്യൂരിറ്റി ഉള്ളതിനാൽ അവൻ അത്ര പെട്ടെന്നൊന്നും അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. ഈ സമയത്ത് ഒരു വണ്ടിയിൽ കുറേ ബൊക്കയും മറ്റും കൊണ്ടുവരുന്നതിനാൽ അത് ഡെലിവർ ചെയ്യാനെന്ന രീതിയിൽ അവൻ അകത്തേക്ക് കയറി പറ്റുന്നുണ്ട്. പക്ഷേ ലിഫ്റ്റിലെത്തിയപ്പോൾ അവിടെ സാവോൻ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അവന് ഹീജുവിൻ്റെ അടുത്തേക്ക് പോകാൻ സാധിച്ചില്ല. സാവോനെ അടുത്ത് കണ്ടപ്പോൾ അവൻ്റെ ഡ്രസ്സും അവൻ ധരിച്ചിരിക്കുന്ന ആക്സസറീസും ഒക്കെ കിഡ്നാപ്പർ ശരിക്കും വാച്ച് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ഫോണല്ല തിരികെ വേണ്ടത്, ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റു ചിലതൊക്കെയാണ് എന്ന് അവൻ മാസ്റ്റർക്ക് റിപ്ലൈ ഇടുന്നു. സാവോണിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത ആളിൻ്റെ രേഖാചിത്രം പുറത്ത് വിട്ടിരുന്നല്ലോ. അവൻ്റെ അച്ഛനും അമ്മയും ന്യൂസിലൂടെ ഇത് കാണുന്നുണ്ട്. കിഡ്നാപ്പറുടെ 2 കണ്ണിന് 2 നിറമാണ് എന്നൊക്കെ വാർത്തയിൽ പറയുന്നത് കേട്ടപ്പോൾ അമ്മ കുറച്ച് ഇമോഷണൽ ആവുന്നത് അച്ഛൻ ശ്രദ്ധിക്കുന്നു. ഈ സമയത്താണ് ഇലക്ഷൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറേഞ്ച് ചെയ്തിരുന്ന ഇൻ്റർവ്യൂ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന്
ചാനലുകാർ വിളിച്ച് അന്വേഷിച്ചതായി ഒരാൾ വന്ന് അറിയിച്ചത്. ഇന്റർവ്യൂ ക്യാൻസൽ ചെയ്യാൻ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ ഇന്റർവ്യൂ നടത്താനാണ് ഉദ്ദേശമെന്ന് പറഞ്ഞിട്ട് അമ്മ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു. അവരെന്താണ് അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞതെന്ന് അച്ഛനും മനസ്സിലാവുന്നില്ല. അയാൾ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് എന്തൊക്കെയോ രഹസ്യമായി നിർദ്ദേശിക്കുന്നുണ്ട്. ഹീജു അടുത്ത ദിവസം രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് സാവൻ കിടക്കുന്ന മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ ഉടനെ തന്നെ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും നമ്പർ കണക്റ്റ് ആവുന്നില്ല. അവനെന്തോ അപകടം സംഭവിച്ചാണ് എന്ന് കരുതി അവൾ അവിടെ നിന്ന് കരയാൻ തുടങ്ങുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സ്വപ്നം കാണുകയാണ് എന്ന് അവൾ അറിയുന്നത്. അങ്ങനെ ശരിക്കും അവൻ അവിടെ ഉണ്ടോ എന്നറിയാനായി അവൾ വേഗം എഴുന്നേറ്റ് അവൻ്റെ മുറിയിൽ ചെന്ന് നോക്കുന്നു. അവൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ ചെന്ന് അവൻ്റെ അടുത്തിരുന്ന് അവനെ ശരിക്കും നോക്കി കാണുന്നു. ഇതിനു മുമ്പ് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വെറുതെ അവൻ്റെ മുഖത്ത് തൊട്ട് നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവൻ ഉണരുമെന്ന് തോന്നിയപ്പോൾ പെട്ടെന്ന് അവൾ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയെങ്കിലും അപ്പോഴേക്ക് അവൻ ഉണർന്ന് അവളെ കണ്ടു കഴിഞ്ഞിരുന്നു. അങ്ങനെ അവൻ അവളെ പിടിച്ച് അവളെ കിടത്തുന്നുണ്ട്. നേരം ഉച്ചയാവാറായതുകൊണ്ട് അവൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല എന്ന് അവൾ അന്വേഷിക്കുന്നു. ഇന്ന് ഞാൻ ലീവ് എടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ലീവ് എടുക്കുന്നത്. മുമ്പ് ഹോളിഡേയ്സിലും വീക്കെൻഡിലും വരെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നൊരു ലീവ് എടുക്കുന്നതിൽ തെറ്റില്ല എന്ന് അവൻ പറയുന്നു. അവൻ ഇന്ന് ലീവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയാലോ എന്ന് അവൾ ചോദിക്കുന്നു. അടുത്തിടെയായി അവൻ്റെ ഒപ്പം ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവൾക്ക് ആഗ്രഹം തോന്നി തുടങ്ങിയിരുന്നു. വലിയ കാര്യമൊന്നുമല്ല, മറ്റു കപ്പിൾസൊക്കെ ചെയ്യുന്നത് പോലെ ഒരുമിച്ച് പാർക്കിൽ പോയിരുന്ന് സമയം ചെലവഴിക്കുക, അവൻ്റെ ഒപ്പം വഴിയിലൂടെ കളിച്ചിരിച്ച് നടക്കുക, ഇങ്ങനെയുള്ള ചില കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ. എന്ന് മുതലാണ് അവൾ ഇതൊക്കെ സ്വപ്നം കണ്ടു തുടങ്ങിയതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അവൾക്ക് കൃത്യമായി അതിനെപ്പറ്റി അറിയാമായിരുന്നില്ല. അന്ന് കിഡ്നാപ്പർ അച്ഛനെ വെച്ച് അവളെ ബ്ലാക്ക്മെയിൽ ചെയ്ത ദിവസം അവൾ ഓർഫനേജിൽ നിന്ന് തിരികെ വരുന്ന വഴി റോഡിൽ അവളെ പിക്ക് ചെയ്യാനായി അവൻ ചേർന്നല്ലോ. അതിന് ശേഷമായിരുന്നിരിക്കണം ഇങ്ങനെയൊക്കെ തോന്നി തുടങ്ങിയതെന്ന് അവൾ പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അന്ന് മുതലൊന്നുമല്ല, അതിനൊക്കെ ഒരുപാട് കാലം മുമ്പാണെന്ന് അവൻ പറയുന്നുണ്ട്. എന്ന് മുതലാണെന്ന് അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ അതിന് മറുപടി നൽകാതെ അവളെ ചേർത്ത് പിടിക്കുന്നു. ഈ സമയത്താണ് ചീഫ് കാങ് അവൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് അത്യാവശ്യമായി ഒന്ന് ഓഫീസിലേക്ക് വരണം എന്ന് പറഞ്ഞത്. സാവോൺ ഒഴിവാവാൻ നോക്കുന്നുണ്ടെങ്കിലും വളരെ അത്യാവശ്യമാണ് എന്ന് കാങ് പറയുന്നതിനാൽ അവൻ അങ്ങോട്ടേക്ക് പോവേണ്ടി വരുന്നു. എന്തോ സീരിയസ് പ്രശ്നമുണ്ട് എന്ന് കരുതി കുറച്ച് ടെൻഷൻ അടിച്ചാണ് അവൻ അങ്ങോട്ടേക്ക് ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ദിവസങ്ങളായി അവൻ മാധ്യമങ്ങളിലൂടെ കുറച്ച് ഇമോഷണൽ ഡാമേജ് നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ നിന്നൊക്കെ അവനൊന്ന് റിലാക്സ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് പാർട്ടി അറേഞ്ച് ചെയ്തിട്ടാണ് കാങ് വിളിച്ചതെന്ന് അവൻ അറിയുന്നത്. സത്യം പറഞ്ഞാൽ അവന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ഹീജുവിനൊപ്പം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് 3 വർഷത്തിനിടയിൽ ആദ്യമായിട്ടൊരു ലീവ് എടുത്തതാണ് ഇപ്പോൾ അദ്ദേഹം നശിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അവർ നല്ല ഉദ്ദേശത്തോടെ അത് ചെയ്തത് കാരണം അവൻ അവരെ കുറ്റപ്പെടുത്താനും പറ്റുന്നില്ല. ഈ സമയത്താണ് ദോജെ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് അവനെ അത്യാവശ്യമായി പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത്. കിഡ്നാപ്പറുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളിലായിരുന്നല്ലോ ദോജെ. ഇപ്പോൾ അതിന് സാധിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് അവൻ ഐഡൻറ്റിഫൈ ചെയ്ത ലൊക്കേഷൻ ഒരു പേപ്പറിൽ കുറിച്ച് വെച്ചിരിക്കുന്നത് അവൻ സാവോണിന് കൈമാറുന്നു. ആ പേര് കണ്ടപ്പോൾ സാവോണിന് എന്തോ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് അവൻ അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടാൻ തുടങ്ങുന്നു. തനിച്ച് പോകണ്ട, ഞാനും കൂടെ വരാമെന്ന് ദോജെ പറയുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിന് ഞാൻ തനിച്ച് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് സാവോൺ അവനെ ഒഴിവാക്കുന്നു. സാവോൺ ഓഫീസിലേക്ക് പോയ ശേഷം ഹിജു വീട്ടിലിരിക്കുന്ന സമയത്താണ് കിഡ്നാപ്പർ അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചത്. സാവനെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അത് സത്യം തന്നെയാണെന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞ് അവനൊരു വീഡിയോ അവൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഹിജു അത് പ്ലേ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് ആദ്യം ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നീട് ശ്രദ്ധിച്ചപ്പോഴാണ് അതിന്റെ താഴെ ഓർഫനേജിലെ കുട്ടികൾ മിസ്സിംഗ് ആയതിനെ പറ്റി ഡീറ്റെയിൽസ് കിട്ടുന്നവർ വിവരം നൽകണമെന്ന് പറഞ്ഞുള്ള ഒരു സ്ക്രോളിംഗ് പോകുന്ന അവൾ ശ്രദ്ധിക്കുന്നത്. അതിനെപ്പറ്റി ചോദിക്കാനായി സാമോനെ വിളിക്കാമെന്ന് അവൾ വിചാരിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടോ വേണ്ടെന്ന് വെക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ സംശയിച്ചിരിക്കുന്ന സമയത്താണ് സാങ്വോ അവളുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചത്. അവർ തമ്മിൽ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായിരുന്നല്ലോ, അതുകൊണ്ട് അവൾ എവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് അവൻ മെസ്സേജ് അയച്ചത്. ഇപ്പോൾ തമ്മിലൊന്ന് കാണാൻ പറ്റുമോ, എനിക്ക് അത്യാവശ്യമായി നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു എന്ന് ഹീജോ അവന് മെസ്സേജ് ഇടുന്നു. സാങ്വോ ഈ സമയം ഓർഫനേജിലായിരുന്നു, എന്നാലും അവളെ മീറ്റ് ചെയ്യാമെന്ന് സമ്മതിക്കുന്നുണ്ട്. അവൻ പറഞ്ഞതനുസരിച്ച് അവൾ ഓർഫനേജിലേക്ക് ചെല്ലുന്നു. സാങ്വോ യൂരിക്കൊപ്പം ചേർന്ന് ടിവിയിൽ അവതരിപ്പിക്കാൻ പോകുന്ന പ്രോഗ്രാം മിസ്സിംഗ് ആയിട്ടുള്ള ഓർഫൻ കുട്ടികളെ കുറിച്ചുള്ളതാണ് എന്ന് ഹീജു നേരത്തെ കേട്ടിരുന്നല്ലോ. അതിനെപ്പറ്റി അറിയാവുന്ന ഡീറ്റെയിൽസ് ഒക്കെ തന്നോട് പറയുമോ എന്ന് അവൾ അവനോട് ചോദിക്കുന്നു. സാവോൻ ഈ സമയം ദോജെ നൽകിയ ആ ലൊക്കേഷനിലേക്ക് എത്തുന്നുണ്ട്. സാങ്വു ഒരു ബംഗ്ലാവിനെ പറ്റി പറയാറുണ്ടായിരുന്നല്ലോ, അവിടേക്കാണ് സാവോൺ എത്തിയിരിക്കുന്നത്. അവൻ അതിനുള്ളിലൊക്കെ കയറി പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ മുറിയിലും തിരിഞ്ഞു നടക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് അത് കേട്ടിടത്തേക്ക് ചെല്ലുന്നു. അവിടെ ഒരു പ്രൊജക്ടർ വെച്ചിട്ട് ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഹീജുവിന് നേരത്തെ കിഡ്നാപ്പർ അയച്ചു കൊടുത്ത ആ വീഡിയോ ഇല്ലേ, അത് തന്നെയാണ് അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാവോനും ആദ്യം അത് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് പെട്ടെന്ന് വീഡിയോ സ്റ്റോപ്പ് ആയിട്ട് അതിൽ സാവോൺ നീയാണ് ഇവരെല്ലാം കൊന്നത് എന്നൊരു മെസ്സേജ് ടൈപ്പായി വന്നത്. അത് കഴിഞ്ഞപ്പോൾ ആ വീഡിയോ വീണ്ടും പ്ലേ ആവാൻ തുടങ്ങുന്നു. ഇത്തവണ സാവോൺ അതിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. അങ്ങനെ താഴെ കൂടി എഴുതി കാണിക്കുന്ന സ്ക്രോളിംഗ് അവനും കാണുന്നു. ഈ സമയത്ത് പുറത്തൊരു വണ്ടി വന്ന് നിൽക്കുന്നതിന്റെ ശബ്ദം കേട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. താങ്ങു ഹീജുവിനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതായിരുന്നു. പക്ഷെ രാത്രി ആയതുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഈ ബംഗ്ലാവിലേക്കാണ് ആ കുട്ടികളൊക്കെ കയറിപ്പോയത്. പിന്നീട് അവരാരും തിരികെ വന്നിട്ടില്ല എന്ന് അവൻ അവളോട് പറയുന്നു. ഇവിടെ ഇപ്പോൾ ആരെങ്കിലും താമസമുണ്ടോ, നീ ഇതിനകത്ത് കയറി പരിശോധിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഹീജു അവനോട്
ചോദിക്കുന്നുണ്ട്. മുമ്പ് ഒരു തവണ വന്നപ്പോൾ ഞാൻ കയറി പരിശോധിച്ചിരുന്നു, ഇവിടെ ആരും താമസമുള്ളതായി തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇത്രയും നേരം വൈകിട്ടുണ്ട്, നമുക്ക് ഇപ്പോൾ അകത്തേക്ക് കയറേണ്ട, മറ്റൊരു ദിവസം വരാമെന്ന് പറഞ്ഞ് അവർ തിരികെ പോകാൻ തുടങ്ങുന്നു. അങ്ങനെ അവർ വണ്ടി പുറകിലേക്ക് എടുക്കുന്ന സമയത്താണ് സാമോൻ പുറത്തേക്ക് എത്തിയത്. അവൻ അവരെ കാണുന്നുണ്ടെങ്കിലും അവർ ഇപ്പോൾ അവനെ കാണുന്നില്ല. സാങ്ങു ഇങ്ങനെ അവളെയും കൂട്ടി അവിടെ വന്നിട്ട് പോകുന്നത് കണ്ടപ്പോൾ സാമോന്റെ മനസ്സിൽ ചില സംശയങ്ങൾ തോന്നുന്നു. അങ്ങനെ അവൻ അവരുടെ വണ്ടിയെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. അവർ കുറെ ദൂരം പോയി കഴിയുന്നതുകൊണ്ട് ആദ്യം അവൻ ഹീജുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ സാങ്ങുവിന്റെ മുന്നിലിരുന്ന് ആ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഹീജു തൽക്കാലം കോൾ അറ്റൻഡ് ചെയ്യാതെ ഫോൺ തിരികെ വെക്കുന്നു. നിന്റെ ഫോണിലേക്ക് ഇങ്ങനെ വിളിക്കുന്നവരുമുണ്ടോ? നിനക്ക് വേണമെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാമെന്ന് സാങ്ങു പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ അറ്റൻഡ് ചെയ്യാനാണ് എന്ന് ഹീജു ചോദിക്കുന്നു. നിനക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം, എന്നെ കൂടാതെ മറ്റാർക്കോ കൂടി അത് അറിയാമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് സാങ്ങു പറയുന്നുണ്ട്. ഹീജു ശരിക്കും ഷോക്കാവുന്നുണ്ട്. കാരണം അവൻ ഇക്കാര്യം അറിയാമെന്നുള്ള കാര്യം അവൾ തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷെ അതിനെപ്പറ്റി പിന്നീട് എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ സാമോന്റെ വണ്ടി ഹോൺ അടിച്ചുകൊണ്ട് അവർക്ക് പിന്നാലെ എത്തുന്നുണ്ട്. വണ്ടി നിർത്തുന്നതിന് വേണ്ടിയാണ് സാമോൻ ഹോൺ അടിക്കുന്നത്. പക്ഷെ അവനാണ് എന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അതുകൊണ്ട് അവർ വണ്ടി നിർത്താതെ ഇത് ആരാണ് ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ട് വരുന്നതെന്ന് സംശയിക്കുന്നു. സാമോൻ അവരെ ഓവർടേക്ക് ചെയ്ത് മുന്നിൽ കയറിയിട്ട് വണ്ടി നിർത്താനായി സിഗ്നൽ നൽകുന്നുണ്ടെങ്കിലും സാങ്ങുവിനത് മനസ്സിലാവുന്നില്ല. അവസാനം സാമോൻ വണ്ടി അവരുടെ മുന്നിൽ ചവിട്ടി നിർത്തുന്നു. അങ്ങനെ സാങ്ങുവിനും നിർത്തേണ്ടി വരുന്നു. ഏത് പ്രാന്തരാണ് ഇങ്ങനെ വണ്ടി ഓടിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ ചീത്ത വിളിക്കുന്നുണ്ട്. ഈ സമയത്താണ് സാമോൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നത്. അവനെ കണ്ട് ഹീജു പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൻ ഇപ്പോൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് പുറത്തിറങ്ങട്ടെ എന്ന് പറഞ്ഞ് സാങ്ങു വണ്ടി ലോക്ക് ചെയ്യുന്നു. പക്ഷേ സാമോൻ വന്ന് ഡോർ തുറക്കാൻ അവളോട് പറഞ്ഞപ്പോൾ സാങ്ങു എതിർത്തിട്ട് പോലും ഹീജു ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. സാങ്ങുവും വേഗം വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. സാമോൻ അവളെ തന്റെ വണ്ടിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുന്നതുകൊണ്ട് അവൻ തടയുന്നുണ്ടെങ്കിലും കൈവിടാൻ സാമോൻ പറഞ്ഞത് കേട്ടപ്പോൾ അവൻ പിടിവിടുന്നുണ്ട്. അത്രയ്ക്ക് പവർഫുൾ ആയിരുന്നു ആ ഓർഡർ എന്ന് വേണമെങ്കിൽ പറയാം. സാമോൻ ഹീജുവിനെ അവന്റെ വണ്ടിയിൽ കൊണ്ടിരുത്തിയ ശേഷം തിരികെ സാങ്ങുവിന്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നു. ഹീജുവിന്റെ അടുത്തേക്ക് വരാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്, ഒരു വാണിംഗ് ആണെന്ന് കൂട്ടിക്കൊള്ളാനാണ് സാമോൻ പറഞ്ഞത്. അത് പറയാൻ നീ ആരാണ്? നിനക്ക് അവളുമായി എന്താണ് റിലേഷൻ എന്ന് സാങ്ങു തിരിച്ചു ചോദിക്കുന്നു. സാമോൻ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാങ്ങു ആണ് എന്നാണ്. കാരണം ഈ ഓർഫനേജുമായിട്ട് അവന് ചില കണക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അത് മാത്രമല്ല സാങ്ങു തങ്ങളുടെ അടുത്തേക്ക് വന്നതിന് ശേഷമാണ് ഈ ബ്ലാക്ക് മെയിലിങ്ങും ഇങ്ങനെയുള്ള സംഭവങ്ങളും ഒക്കെ ഉണ്ടാവാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവനാണോ ഇതിന്റെയൊക്കെ പിന്നിൽ എന്നൊരു സംശയം സാമുവിന് തോന്നിയിരിക്കുന്നു. അതവൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ സാങ്ങുവിന് അവൻ എന്താണ് പറയുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എന്റെ വെറും സംശയങ്ങളും തെറ്റിദ്ധാരണകളും മാത്രമായിരിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഓർഫനേജുമായി ബന്ധപ്പെട്ട കേസുമായി ഇനി നീ കൂടുതൽ അന്വേഷണത്തിന് പോവാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. നീ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എന്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ട് സാമോൻ വണ്ടിയിൽ കയറി പോകുന്നു. കുറച്ച് മുന്നോട്ട് പോയ ശേഷമാണ് എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അവൻ ഹീജുവിനോട് ചോദിച്ചത്. അവൾ നേരത്തെ കിഡ്നാപ്പർ അയച്ച വീഡിയോ എടുത്ത് അവനെ കാണിക്കുന്നുണ്ട്. സാമോൻ പെട്ടെന്ന് വണ്ടി സൈഡിലൊരിടത്തായി ഒതുക്കി നിർത്തിയിട്ട് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഹീജുവും പുറകെ ഇറങ്ങി ചെല്ലുന്നുണ്ട്. ഓർഫനേജുമായി ബന്ധപ്പെട്ട കേസിനെ പറ്റി സാമുവിനോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ പോയത് എന്നറിഞ്ഞപ്പോൾ അത് സാമോണിന് വല്ലാതെ ഫീൽ ചെയ്യുന്നു. നിനക്ക് എന്നോട് നേരിട്ട് ചോദിക്കാമായിരുന്നല്ലോ, നീ എന്താണ് എന്നോട് ചോദിക്കാതെ അവനോട് ചോദിക്കാൻ പോയത്? ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാനായിരിക്കുമോ ആ കുട്ടികളെയൊക്കെ കൊന്നതെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അത് സത്യമായിരിക്കുമോ എന്ന് പേടിച്ചിട്ടാണോ നീ എന്നെ അവോയ്ഡ് ചെയ്തത് എന്നൊക്കെ അവൻ കുറച്ച് വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്. പേടിച്ചിട്ട് തന്നെയാണ് ഞാൻ നിന്നോടൊന്നും ചോദിക്കാതിരുന്നത്. പക്ഷെ അത് നീ വിചാരിക്കുന്നത് പോലെയല്ല. ഞാൻ മറ്റേ ഫോണിൽ നിന്ന് കിഡ്നാപ്പറാണ് എന്ന രീതിയിൽ നിന്നെ വിളിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ പേടിച്ചിരുന്നത് നീ എന്തെങ്കിലും ഞാനാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ എന്നോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് എന്നോർത്താണ്. ആ സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ നീ എന്നെ അവോയ്ഡ് ചെയ്യുമോ, എന്നെ ഉപേക്ഷിക്കുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് എനിക്ക് പലതവണ ഒളിച്ചോടി പോകാൻ തോന്നിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ചിന്തിച്ചതുപോലെ ചിലപ്പോൾ നീയും ചിന്തിക്കുന്നുണ്ടെങ്കിലോ, നിന്റെ സീക്രട്ട് ഞാൻ മനസ്സിലാക്കി കഴിയുമ്പോൾ നിനക്കും ഒളിച്ചോടി പോകാൻ തോന്നിയാലോ എന്ന പേടിയായിരുന്നു എനിക്ക്. എന്റെ ജീവിതത്തിൽ ഇത്രയധികം സന്തോഷമൊക്കെ ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏത് നിമിഷവും നിന്നെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു പേടി എന്റെ ഉള്ളിലുണ്ട്. ഉറക്കത്തിൽ പോലും അങ്ങനെയുള്ള സ്വപ്നങ്ങളാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനിത് എങ്ങനെ വിശ്വസിക്കാനാണ് എന്നൊക്കെ അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സാമുനും ശരിക്കും സങ്കടമാവുന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചുകൊണ്ട് എന്ത് പറഞ്ഞാണ് ഞാൻ നിന്നെ വിശ്വസിപ്പിക്കേണ്ടത്, എന്ത് ചെയ്താൽ നിനക്ക് എന്നെ വിശ്വാസമാവുമെന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. ഇനി മുതൽ എന്റെ അടുത്ത് നിന്ന് ഒരു സീക്രട്ടും ഒളിപ്പിച്ച് വെക്കരുത്, എല്ലാം എന്നോട് പറയണം, എന്താണെങ്കിലും എനിക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നൊക്കെ അവൾ പറയുന്നു. പെട്ടെന്നൊരു ദിവസം നിനക്കറിയാവുന്ന ഈ സാമോൻ ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാവുകയാണെങ്കിൽ നീ എന്ത് ചെയ്യും? അങ്ങനെ എന്തെങ്കിലും ഒരു ദിവസം സംഭവിച്ച് ഇപ്പോഴുള്ള ഈ കുടുംബവും എന്റെ ഈ പേരും സ്പോക്സ് പേഴ്സൺ എന്നുള്ള സ്ഥാനവും എല്ലാം നഷ്ടപ്പെടുകയാണെങ്കിലും ഈ ലോകത്ത് ബാക്കിയുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു സാമോൻ ഹീജുവിന് മാത്രം സ്വന്തമായിട്ടുള്ളതാണ് എന്ന് വളരെ ഇമോഷണലായി പറഞ്ഞുകൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുന്നു. ഇന നാട്ടിൽ തിരിച്ചെത്തിയെങ്കിലും ഇതുവരെ അച്ഛന്റെ മുന്നിലേക്ക് പോയിരുന്നില്ല. ഇപ്പോൾ സാമോന്റെ അച്ഛൻ പറഞ്ഞാണ് അവൾ നാട്ടിലെത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം അറിയുന്നത്. അങ്ങനെ ഇനയെ അദ്ദേഹം തന്റെ അടുത്തേക്ക് വിളിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയാതെ നീ എന്തിനാണ് നാട്ടിലേക്ക് തിരികെ വന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അന്ന് സാവോനുമായിട്ടുള്ള വിവാഹത്തിന് മുമ്പ് അവൾ ഇവിടെ നിന്ന് പോകുന്ന കാര്യം അച്ഛനോട് പറഞ്ഞിരുന്നതാണ്. അന്ന് എതിർപ്പൊന്നുമില്ലാതെ അദ്ദേഹം അതിന് സമ്മതിച്ചതുമാണ്. ശരിക്കും അന്ന് എന്നെ അങ്ങനെ വിട്ടയക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ല. എന്തുകൊണ്ടാണ് അച്ഛൻ അന്ന് എന്നെ തടയാതിരുന്നത്? അതോ അന്ന് എനിക്ക് ആ പേപ്പർ അയച്ചു തന്നത് അച്ഛനാണോ എന്ന് അവൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു. വിവാഹത്തിന്റെ തലേന്ന് അവൾക്ക് കിട്ടിയ ആ പേപ്പർ ശരിക്കും സാവോൻ പാക്യോങ്ങിന്റെ മകനല്ല എന്ന് തെളിയിക്കുന്ന DNA സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അയാളുടെ സ്വന്തം മകനല്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് അവൾ വിവാഹത്തിൽ നിന്ന് പിന്മാറിയത്. അന്ന് അവൾ ആ പേപ്പർ അച്ഛനെയും കാണിച്ചിരുന്നു.
കാണിച്ചതാണ്. പക്ഷെ അത് കണ്ട സമയത്ത് ആ വിവരം അപ്പോൾ അറിയുന്നത് പോലെയുള്ള ഷോക്കൊന്നും അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഇനി ഇപ്പോഴാണ് ഓർക്കുന്നത്. അച്ഛന് അക്കാര്യവും നേരത്തെ തന്നെ അറിയാമായിരുന്നുവെന്ന് അവൾ ഇപ്പോൾ ചോദിക്കുന്നു. പക്ഷെ അദ്ദേഹം അതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകുന്നില്ല. ശരിക്കും അച്ഛൻ എന്തുകൊണ്ടാണ് ആ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ എന്നെ അനുവദിച്ചത്? സാവോണിന്റെ മുത്തശ്ശനുമായി എന്ത് കരാറാണ് അച്ഛൻ ഉണ്ടാക്കിയത് എന്നൊക്കെ ഇന വീണ്ടും ചോദിക്കുന്നു. ആ ഡീലിനെ പറ്റിയും അദ്ദേഹം ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ശരിക്കും ഇന വിവാഹത്തിൽ നിന്ന് പിന്മാറിയ വിവരം തലേ ദിവസം തന്നെ സാവോണിന്റെ അച്ഛനെയും അമ്മയെയും അദ്ദേഹം അറിയിച്ചിരുന്നു. പക്ഷെ എനിക്ക് പകരം ഹീജുവിനെ ഉൾക്കൊള്ളാൻ അവർ തയ്യാറായിരുന്നില്ല. പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയ അദ്ദേഹത്തിന് മകന് പറ്റിയ ഒരു ബന്ധമല്ല ഹീജു എന്ന് പറഞ്ഞാണ് അവർ എതിർത്തത്. ഈ വിവാഹത്തിന് ഒരുക്കമല്ല, ഇന തന്നെ സാവോണിനെ വിവാഹം കഴിക്കണമെന്ന് അവർ ഡിമാൻഡ് വെക്കുന്നു. ഈ സമയത്ത് അദ്ദേഹം അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ കരാർ പേപ്പർ എടുത്ത് അവരെ കാണിക്കുന്നുണ്ട്. സാവോണിന്റെ മുത്തശ്ശനുമായി ഉണ്ടാക്കിയതായിരുന്നു ആ ഡീൽ. നിങ്ങളുടെ അച്ഛൻ 3 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് അപേക്ഷിച്ച ശേഷം ഞാൻ ഉണ്ടാക്കിയ ഡീലാണിത്. ഇതനുസരിച്ച് ഞാൻ ആവശ്യപ്പെടുന്ന ഏത് കാര്യവും ഏത് സമയത്തും സാധിച്ചു തരാൻ അദ്ദേഹം തയ്യാറാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ വിവാഹവും നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂവെന്ന് അദ്ദേഹം പറയുന്നു. വിശ്വാസം വരാഞ്ഞിട്ട് അവർ ആ ഡീലെടുത്ത് വായിച്ചു നോക്കുന്നുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയായിരുന്നു. അത് മാത്രമല്ല മുത്തശ്ശന്റെ സീലും അതിലുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർക്ക് ഹീജുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നത്. സാവോണിന്റെ മുത്തശ്ശൻ അച്ഛനുമായി ഇങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കാൻ എന്താണ് കാര്യമെന്ന് എന്നെ ചോദിക്കുന്നു. പക്ഷെ അദ്ദേഹം അതിനും മറുപടി നൽകുന്നില്ല. അവൾ തന്നെ അതും ഗസ് ചെയ്ത് പറയുന്നുണ്ട്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് സംഭവിച്ച ആക്സിഡന്റിന് ശേഷം അത് ചെയ്തത് ആരാണെങ്കിലും അവരെ കൊല്ലുമെന്ന് പറഞ്ഞ അച്ഛൻ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നടക്കുകയായിരുന്നല്ലോ. പക്ഷെ പെട്ടെന്നൊരു ദിവസം അച്ഛൻ അതെല്ലാം അവസാനിപ്പിക്കാൻ തയ്യാറായി. എന്താണ് അതിന് കാരണം? ആരാണ് അച്ഛനെ അതിനെ നിർബന്ധിച്ചത് എന്നൊക്കെ അവൾ ചോദിക്കുന്നു. ഈ സമയത്ത് അദ്ദേഹം മറ്റൊരു സംഭവം ഓർക്കുന്നുണ്ട്. തോക്ക് ചൂണ്ടി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ മുന്നിൽ സാവോണിന്റെ മുത്തശ്ശൻ മുട്ടുകുത്തിയിരുന്ന് എന്തോ അപേക്ഷിക്കുകയാണ്. നന്നായി മഴ പെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ ആ മഴ നനഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. എന്താണ് അതിന് കാരണമെന്നൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. അദ്ദേഹം ഹീനയോട് അതിനെപ്പറ്റി പറയുന്നതുമില്ല. ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, വെറുതെ ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് സമയം കളയണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ നീ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സാവോണിനെ ഒരാൾ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന കാര്യം നീ അറിഞ്ഞു കാണുമല്ലോ. ഈജുവിനും നിനക്കും സാവോണിനും ഇടയിൽ എന്താണ് സംഭവിച്ചതെന്ന് ആ കിഡ്നാപ്പർക്ക് നന്നായി അറിയാം എന്ന് അച്ഛൻ അവളോട് പറയുന്നുണ്ട്. അടുത്ത ദിവസം സാവോണിന്റെ വീട്ടിൽ അവന്റെ അച്ഛൻ പ്രസിഡൻഷ്യൽ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. യൂരിയാണ് ഇന്റർവ്യൂ നടത്തുന്നത്. പല ചാനലുകളുടെയും ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട്. സാവോണിന്റെ ഓഫീസിൽ അടുത്തിടെ നടന്ന പ്രശ്നങ്ങളെ പറ്റിയൊക്കെ യൂരി ചോദിച്ച സമയത്ത് എനിക്ക് എന്റെ മകനോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് സാവോണിന്റെ അമ്മ ക്യാമറയിലേക്ക് നോക്കിക്കൊണ്ട് ചിലത് പറയുന്നു. വളരെ ഇമോഷണൽ ആയിട്ടാണ് അവരത് പറഞ്ഞത്. മാത്രമല്ല ആ സമയത്ത് സാവോൺ അവരുടെ മകനല്ല എന്നുള്ള കാര്യം ഇപ്പോൾ അറിഞ്ഞല്ലോ. അവരുടെ ശരിക്കുള്ള മകനോടാണ് പറയുന്നത് എന്ന രീതിയിലാണ് അവരിപ്പോൾ ഇത് പറയുന്നത്. അവരുടെ ശരിക്കുള്ള മകൻ എവിടെയെങ്കിലും ഇരുന്ന് ഈ ഇന്റർവ്യൂ കാണും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് അവനോട് പറയാനുള്ള കാര്യമായിട്ടാണ് അവരിത് പറയുന്നത്. കുട്ടിക്കാലം മുതൽ ഞാൻ എപ്പോഴും നിന്നോട് പറയാറുള്ള കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ എന്നവർ ചോദിക്കുന്നു. അതായത് പണ്ട് അവനെ മുറിയിൽ അടച്ചു പൂട്ടേണ്ട അവസ്ഥ അവർക്കുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് മുറിക്ക് പുറത്ത് ഇരുന്ന് കരയുന്ന സമയത്തൊക്കെ ഞാൻ നിന്നെ പൂട്ടിയിടുകയല്ല, നിന്നെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് എന്ന് അവർ പറയുമായിരുന്നു. അതിനെക്കുറിച്ചാണ് അവരിപ്പോൾ സൂചിപ്പിച്ചത്. അന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ട്. ഹീജു ആക്സിഡന്റിന് ശേഷം അന്ന് ഓഫീസിലേക്ക് തിരികെ എത്തുന്നുണ്ട്. അവളുടെ കൂടെ ജോയിൻ ചെയ്തവരൊക്കെ അവൾ സേഫായി തിരികെ എത്തിയതിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നു. അവളുടെ തിരിച്ചുവരവ് ആഘോഷിക്കുന്നതിന് വേണ്ടി അവരൊരു സർപ്രൈസ് ഗിഫ്റ്റും അവൾക്ക് നൽകുന്നുണ്ട്. അതായത് സാവോൺ അടുത്ത ഒരു ദിവസം നടത്താൻ പോകുന്ന സ്പീച്ചിന്റെ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്നത് അവളാണ്. അതിനുള്ള ഫയൽ അവർ അവൾക്ക് കൈമാറുന്നുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ അവൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് അവർ അന്വേഷിക്കുന്നു. പക്ഷേ ഹീജുവിന് ശരിക്കും സന്തോഷമാവുന്നുണ്ട്. എനിക്ക് ഒരു കുഴപ്പവുമില്ല, ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്തോളാമെന്ന് അവൾ സന്തോഷത്തോടെ അറിയിക്കുന്നു. എൻവയോൺമെന്റ് ഡേയുമായി ബന്ധപ്പെട്ട് സാവോണിന് അന്നൊരു പത്രസമ്മേളനം നടത്തേണ്ടി വരുന്നുണ്ട്. അവന്റെ സ്പീച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ അവനോട് പല ക്വസ്റ്റ്യൻസും ചോദിക്കാൻ തുടങ്ങുന്നു. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ ഇന്ന് കേൾക്കുകയുള്ളൂ എന്ന് കാങ് അവരെ അറിയിക്കുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ആർക്കും ഒരു ചോദ്യവും ചോദിക്കാനുണ്ടായിരുന്നില്ല. ഈ സമയത്ത് സാവോൺ മുന്നിലുണ്ടായിരുന്ന മൈക്കൊക്കെ ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ഏത് വിഷയത്തെ പറ്റി ചോദിച്ചാലും ചോദ്യങ്ങൾ ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണ് എന്ന് അറിയിക്കുന്നു. അതോടെ അവിടെ ഉണ്ടായിരുന്ന മിക്കവാറും എല്ലാവരും അവനോട് ചോദ്യങ്ങൾ ചോദിക്കാനായി കൈപൊക്കുന്നുണ്ട്. അവൻ 1-2 പേർക്കൊക്കെ ചാൻസ് നൽകുന്നു. പക്ഷെ ആരും ചോദിച്ച ചോദ്യത്തിന് അവൻ മറുപടി നൽകുന്നില്ല. വീണ്ടും ഓരോരുത്തരായി അടുത്ത ചോദ്യം എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കൂട്ടത്തിൽ ഹോക്ജിനുമുണ്ട്. അവൻ ചോദ്യം ചോദിക്കാനൊരു ചാൻസ് ചോദിക്കുന്നുണ്ടെങ്കിലും സാവോൺ അതിനുള്ള പെർമിഷൻ നൽകുന്നില്ല. അങ്ങനെ 3-4 പേർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിനെല്ലാം കൂടിയുള്ള മറുപടിയായി അവൻ കിഡ്നാപ്പർ ഹീജുവിന് അയച്ചു കൊടുത്ത ആ വീഡിയോ അവിടെ പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഇത് കഴിഞ്ഞ ദിവസം ആ കിഡ്നാപ്പർ എനിക്ക് അയച്ചു തന്ന ഒരു വീഡിയോ ആണ്. ഇത് എന്തിനെ പറ്റിയാണെന്ന് എനിക്ക് ഇതുവരെ ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. നിങ്ങളും അതിനെപ്പറ്റി സംശയിക്കുന്നുണ്ടാവല്ലേ? എന്തിനാണ് ഇത് ഉപയോഗിച്ച് അയാൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. അത് കണ്ടെത്താൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ നൽകാൻ തയ്യാറാണെന്ന് അവൻ പറയുന്നു. ഹീജു അന്ന്
അവൾ മുമ്പ് വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെ സീനിയേഴ്സിനെല്ലാം ഒരു ട്രീറ്റ് നൽകുന്നുണ്ട്. ജോലി കിട്ടിയ ശേഷം അവരെ ഒന്നും ട്രീറ്റ് ചെയ്യാൻ അവൾക്ക് ഇതുവരെ പറ്റിയിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ അവളുടെ കമ്പനിയിലുള്ളവർ സ്ഥിരമായി പോകാറുള്ള ആ റെസ്റ്റോറൻറ്റിലേക്ക് അവരെ വിളിച്ച് അവർക്ക് നല്ലൊരു ട്രീറ്റ് തന്നെ നൽകുന്നു. ഇവിടുത്തെ ഫുഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ടേസ്റ്റ് ചെയ്യണമെന്ന് കരുതിയാണ് നിങ്ങളെ ഇങ്ങോട്ടേക്ക് തന്നെ വിളിപ്പിച്ചതെന്ന് അവൾ പറയുന്നുണ്ട്. കുറച്ച് സമയം എല്ലാവരും സന്തോഷത്തോടെ സമയം ചെലവഴിക്കുന്നു. ഈജു ഇപ്പോൾ പതിവിൽ കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്. അടുത്തിടെയായി പ്രത്യേകിച്ച് അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ അവരിടയ്ക്ക് തമാശയായി ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ അവൾ ആഗ്രഹിച്ചതുപോലെ സ്പോക്സ് പേഴ്സന്റെ ഓഫീസിൽ ജോലി കിട്ടിയതുകൊണ്ടായിരിക്കണം ഈ മാറ്റം എന്ന് അവർ തന്നെ പറയുന്നു. ഈജു ഇതിനൊന്നും മറുപടി നൽകുന്നില്ല, വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സാമോന്റെ ഓഫീസിലേക്ക് അന്നൊരാൾ വിളിച്ചിട്ട് അവനോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്തത് കാങ് ആയിരുന്നു. സാമോൻ അവിടെ ഇല്ലാത്തതിനാൽ കാങ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. ഈജു ഫുഡ് കഴിച്ചിട്ട് തിരികെ വന്ന് ലിഫ്റ്റിൽ കയറാൻ തുടങ്ങിയപ്പോൾ സാമോൻ അതിനുള്ളിൽ നിൽക്കുന്നത് കാണുന്നു. അങ്ങനെ അവൾ ചെറിയ സന്തോഷത്തോടെയാണ് അതിനുള്ളിലേക്ക് കയറിയത്. പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. അടുത്ത ഒരു ഫ്ലോറിലെത്തിയപ്പോൾ കുറച്ച് പേർ ഇറങ്ങുന്നു, വേറെ കുറച്ച് പേർ അതിനുള്ളിലേക്ക് കയറുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അവൾ സാമോന്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കുന്നു. അവൻ അവളെ കുറച്ചുകൂടി പുറകിലേക്ക് നീക്കി നിർത്തുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും കൂടി അവിടെ നിന്ന് സൈൻ ലാംഗ്വേജിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. നീ ലഞ്ച് കഴിച്ചോ എന്നാണ് അവൻ ചോദിച്ചു തുടങ്ങിയത്. എന്തായാലും അവനെ സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ ശ്രമിച്ചത് വെറുതെ ആയില്ല. അവൻ അത്യാവശ്യം നന്നായി കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നുവെന്നൊക്കെ അഭിനന്ദിക്കാൻ ഹീജു മറക്കുന്നില്ല. ഹീജുവിന് ഇറങ്ങാനുള്ള ഫ്ലോർ ആവുന്നതിനാൽ വൈകിട്ട് വീട്ടിൽ കാണാമെന്ന് അവൾ അവനോട് പറയുന്നു. അവനും അത് സമ്മതിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് നേരത്തെ വരാൻ നോക്കാമെന്നും പറയുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടെയാണ് രണ്ടുപേരും പിരിഞ്ഞത്. അവൻ തിരികെ ഓഫീസിലേക്ക് എത്തിയപ്പോൾ അവനൊരു കോൾ വന്നിരുന്ന വിവരം കാങ് പറയുന്നു. വിളിച്ചയാൾ പറഞ്ഞ എന്തോ ഒരു കാര്യം അദ്ദേഹം ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് സാവോനോട് പറയാൻ പോകുന്ന സമയത്ത് ദോജെ ശ്രദ്ധിക്കുന്നത് കണ്ട് അവൻ കാണാതിരിക്കാൻ വേണ്ടി സാവോന്റെ റൂമിന്റെ കർട്ടനൊക്കെ ഇട്ടിട്ടാണ് കാങ് അവന്റെ അടുത്തേക്ക് ചെന്ന് വിവരം പറഞ്ഞത്. അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നാണ് വിളിച്ചയാൾ പറഞ്ഞത് എന്ന് കാങ് പേപ്പറിൽ എഴുതി വെച്ചിരുന്നത് സാവോന് നൽകിക്കൊണ്ട് പറയുന്നു. ഇത് മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല എന്ന് സാവോൻ ചോദിക്കുന്നുണ്ട്. വേറെ ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ വന്ന കോൾ ട്രേസ് ചെയ്തിരുന്നു. അതൊരു ബിസിനസ് നമ്പർ ആയിരുന്നു എന്ന് പറഞ്ഞ് കാങ് ബിസിനസിന്റെ പേര് പറയുന്നുണ്ട്. ജുവാൻ ഫിഷിംഗ് എന്നായിരുന്നു ആ ബിസിനസിന്റെ പേര്. ഇതേ സമയം ആ വിളിച്ചയാൾ ബാഗിൽ എന്തൊക്കെയോ കെട്ടിപ്പെറുക്കി എങ്ങോട്ടോ പുറപ്പെടാൻ തയ്യാറെടുക്കുന്നത് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ആരോ ഒരാൾ അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുന്നതും കാണിക്കുന്നു. വന്നയാളുടെ ഷൂ മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. സാമോനും ഹീജുവും ഒക്കെ മുമ്പ് വർക്ക്ഷോപ്പിന് പോയ സമയത്തെ പിക്ചേഴ്സ് ഒക്കെ അന്ന് അവരുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹീജു അതെല്ലാം എടുത്ത് നോക്കുന്നു. സാമോനും അവളും കൂടി ഒരുമിച്ച് ഇരുന്നെടുത്ത ഫോട്ടോ ഒക്കെ അതിലുണ്ട്. അത് മാത്രമല്ല ബാക്കിയുള്ള ഫോട്ടോസ് ഒക്കെ ശ്രദ്ധിച്ച സമയത്ത് എല്ലാ ഫോട്ടോയിലും സാമോൻ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുന്നതായി ഹീജുവിന് കാണാൻ കഴിയുന്നു. സാമോൻ ഈ സമയം നേരത്തെ ഫോൺ വിളിച്ച ആളിനെ കാണാനുള്ള യാത്രയിലായിരുന്നു. അത് ആരാണെന്ന് പറയുന്നില്ലെങ്കിലും അവനിപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുന്നുണ്ട്. അതിൽ നിന്ന് അത് അവന്റെ ശരിക്കുള്ള അച്ഛനായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. കാരണം അവന്റെ ചെറുപ്പത്തിൽ അവൻ താമസിച്ചിരുന്നത് അദ്ദേഹത്തിനൊപ്പമാണ്. അദ്ദേഹത്തിനൊപ്പം മീൻ പിടിക്കാൻ പോകുന്നതും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും അവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പുതിയൊരു ഫാൻ വാങ്ങിക്കൊണ്ട് വന്ന് അവന് കാറ്റുകൊള്ളാനായി വെച്ച് കൊടുക്കുന്നതുമൊക്കെ അവന്റെ ഓർമ്മകളിൽ തെളിയുന്നുണ്ട്. അത് മാത്രമല്ല അവസാനം അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് മറ്റാരുടെയും വണ്ടിയിൽ കയറി പോവേണ്ടി വരുന്നതിനെ പറ്റിയും അവൻ ഓർക്കുന്നു. വളരെ വിഷമത്തോടെയാണ് അവൻ അന്ന് വണ്ടിയിൽ കയറി പോയത്. അദ്ദേഹത്തിനും വിഷമം ഉണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാതെ തിരിഞ്ഞു നിൽക്കുന്നതും കാണാം. അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നാണല്ലോ അദ്ദേഹം ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞത്. ആരുടെ കാര്യമായിരിക്കും ആ പറഞ്ഞത്? അവന്റെ കാര്യമായിരിക്കുമോ എന്ന് സാമോൻ ചിന്തിക്കുന്നു. ആരുടെ കാര്യമാണ് എന്നും അവൻ ഓർക്കുന്നുണ്ട്. ഒരു ദിവസം രാത്രി അവൻ അവിടെ ഉറങ്ങിക്കിടന്നിരുന്ന സമയത്ത് പുറത്ത് എന്തോ നിലവിളി കേട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നു. ആ സമയത്ത് ഇപ്പോഴത്തെ സാമോന്റെ മുത്തശ്ശൻ ഉണ്ടല്ലോ, ആ മുത്തശ്ശൻ അവന്റെ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ അവിടെ അടുത്തുള്ള നദിയിൽ മുക്കി കൊല്ലാൻ ശ്രമിക്കുന്നത് അവൻ കാണാനിടയാവുന്നു. അവൻ അവിടെ നിന്ന് നോക്കുന്നത് വെള്ളത്തിലേക്ക് മുങ്ങി താഴുന്ന കുട്ടിയും കാണുന്നുണ്ട്. അപ്പോഴേക്കും ഇന്ന് രാത്രി എന്തൊക്കെ സംഭവിച്ചാലും നിന്നോട് പുറത്തേക്ക് ഇറങ്ങരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവന്റെ അച്ഛൻ അവിടെ വന്ന് അവന്റെ കണ്ണ് പൊത്തി തിരികെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അന്ന് ആ വെള്ളത്തിലേക്ക് മുക്കി കൊല്ലാൻ ശ്രമിച്ച കുട്ടി ജീവനോടെ ഉണ്ടെന്നാണോ അച്ഛൻ പറഞ്ഞത് എന്ന് സാമോൻ സംശയിക്കുന്നു. എന്തായാലും ഈ സംശയങ്ങൾക്ക് ഉള്ള ഉത്തരം തേടിയാണ് അവൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ ഇങ്ങനെ ഒരു യാത്ര പോയതിനെ പറ്റി ഹീജു അറിയുന്നില്ലല്ലോ. നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ട് അവൻ ഇതുവരെ വരാത്തത് കാരണം അവൾ അവനെ വീട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നീ ഇന്ന് ലേറ്റ് ആവുമോ എന്ന് ചോദിച്ച് അവന് മെസ്സേജ് ഇടുന്നുണ്ടെങ്കിലും റിപ്ലൈ കിട്ടുന്നില്ല. ഈ സമയത്താണ് ഇന അവളെ കാണാനായി അങ്ങോട്ടേക്ക് വന്നത്. ആദ്യമായിട്ടാണല്ലോ ഇന അവരുടെ വീട്ടിലേക്ക് വരുന്നത്. ഇത് ശരിക്കും ഞാൻ വിവാഹം കഴിഞ്ഞ് കയറി വരേണ്ട വീടായിരുന്നു എന്ന് ഇന ചുറ്റും നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. നീ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് അന്ന് നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരികെ പിടിക്കാൻ വേണ്ടിയാണോ എന്ന് ഹീജു ടൈപ്പ് ചെയ്തവളോട് ചോദിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇവിടം വിട്ട് പോയതെന്നല്ലേ നീ ആദ്യം ചോദിക്കേണ്ടത് എന്ന് ഇന തിരിച്ചു ചോദിക്കുന്നത്. സാമോൻ ഈ സമയം അവന്റെ അച്ഛന്റെ ഷോപ്പുള്ള ആ സ്ഥലത്ത് എത്തിയിരുന്നു. അതിന്റെ ഡോർ അടഞ്ഞു കിടക്കുന്നതും അതിനുള്ളിൽ നിന്ന് പുകയൊക്കെ വരുന്നതും കണ്ടുകൊണ്ട് അവൻ വേഗം അതിന്റെ അടുത്തേക്ക് ഓടുന്നുണ്ട്.
വാതിൽ അവന് തുറക്കാൻ പറ്റുന്നുണ്ട്. അകത്ത് മൊത്തത്തിൽ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന്റെ അച്ഛൻ അവിടെ ഒരിടത്ത് മയങ്ങി കിടപ്പുണ്ട്. അവൻ വേഗം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തെയും താങ്ങി എഴുന്നേൽപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാനൊരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ടിവിയിൽ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് മൊത്തത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടാവുന്നു. അങ്ങനെ അതിന്റെ ആഘാതത്തിൽ അവനും അച്ഛനും കൂടി തെറിച്ച് ദൂരെയൊക്കെ വീഴുന്നുണ്ട്. അവന്റെ ബോധം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ സമയം വിവാഹത്തിന്റെ തലേ ദിവസം തനിക്ക് കിട്ടിയ ആ DNA റിസൾട്ട് ഹീജുവിനെ കാണിക്കുന്നു. ഇത് കാരണമാണ് ഞാൻ ആ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതെന്നും അവൾ പറയുന്നുണ്ട്. പക്ഷെ ഹീജുവിന് അതത്ര വലിയ കാര്യമൊന്നും ആയിരുന്നില്ല. അവൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തതുപോലെ അത് തിരികെ നൽകുന്നുണ്ട്. ഇത് കണ്ടിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ? അതോ നിനക്ക് കാര്യം നേരത്തെ അറിയാമായിരുന്നോ എന്ന് ഇന അവളോട് ചോദിക്കുന്നു. അറിയില്ലായിരുന്നു എന്ന് ഹീജു പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നിനക്കിതൊരു പ്രശ്നമല്ലേ എന്ന് ഇന ചോദിക്കുന്നു. ആ സമയത്ത് ഹീജു ചിന്തിച്ചത് കഴിഞ്ഞ ദിവസം സാമോൻ പറഞ്ഞതിനെ പറ്റിയാണ്. പെട്ടെന്നൊരു ദിവസം നിനക്കറിയാവുന്ന സാമോൻ അല്ലാതെയായി ഞാൻ മാറുകയാണെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് അവൻ അവളോട് ചോദിച്ചിരുന്നല്ലോ. ഇതുകൊണ്ടായിരിക്കണം അവൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. സാമോനും അച്ഛനും ഈ സമയം ബോധം നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. അവിടെ തീയാണെങ്കിൽ നല്ല ഫോഴ്സിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് എന്ത് സംഭവിക്കുമെന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എപ്പിലോഗിൽ ഹീജു ഓഫീസിലിരുന്ന് വർക്ക്ഷോപ്പിന് പോയ ഫോട്ടോസ് ഒക്കെ നോക്കുന്നതാണ് കാണിക്കുന്നത്. അതിൽ മിക്ക ഫോട്ടോയിലും സാമോൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അവൾ നോട്ട് ചെയ്തിരുന്നല്ലോ. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ ഫോട്ടോയും അവൾ ഒരിക്കൽ കൂടി എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോഴാണ് എല്ലാ ഫോട്ടോയിലും അവൻ തന്നെ നോക്കി നിൽക്കുകയാണ് എന്നുള്ള കാര്യം അവൾ ശ്രദ്ധിക്കുന്നത്. അവൻ തന്റെ കാര്യത്തിൽ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞ് അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്.